അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എന്ന ഡയറിയിൽ ഈശോ തൻ്റെ കരുണയെക്കുറിച്ചുള്ള ആധ്യാത്മിക ചിന്തകൾ, അറിവുകൾ, കർത്താവിൻ്റെ കരുണയുടെ ആഴങ്ങളിലൂടെ ഈ കാലഘട്ടത്തിന് എത്രമാത്രം കൃപകൾ ചൊരിയുന്നുവെന്ന് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. 1588 ഖണ്ഡികയിൽ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞു, നീതിയുടെ ദിവസത്തിന് മുന്നോടിയായി കരുണയുടെ ദിനത്തെ ഞാൻ അയക്കുന്നു. നീതിയുടെ ദിവസത്തിന് മുമ്പായി കരുണയുടെ ദിനത്തെ ഞാൻ അയക്കുന്നുവെന്ന് വിശ്വവിശുദ്ധിയിലൂടെ വെളിപ്പെടുത്തി. എന്നിട്ട് പറയുകയാണ്, 100 ഖണ്ഡികയിൽ നീതിമാനായ ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു. 83 ഖണ്ഡികയും നമ്മളെ പഠിപ്പിക്കുന്നത്, നീതിമാനായ ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുമ്പ് കരുണയുടെ രാജാവായി വരുന്നുവെന്ന് 300 ഖണ്ഡികയിൽ പറയുകയാണ്. വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് മാനവകുലം തിരിയുന്നത് വരെ അവർ സമാധാനം കണ്ടെത്തുകയില്ല. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കരുണ ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം വെളിപ്പെടുന്നത്? കാരണം നമുക്കറിയാം, ലോകം മുഴുവൻ അതിൻ്റെ മാക്സിമത്തിലുള്ള പാപത്തിൻ്റെ ഒരു വലിയ വശ്യതയാൽ ഇന്ന് അനേകർ തകർന്നു പോയ ഒരു കാലഘട്ടമാണിത്. അനേകർ വീണുപോയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ് 1273 ഖണ്ഡികയിൽ, ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരരെ, ഞാൻ കരുണയും സ്നേഹവുമാണ്. ഹല്ലേലൂയ. ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. രക്ഷ പ്രാപിക്കാനുള്ള ഏറ്റവും അവസാന പ്രതീക്ഷയായി ഞാൻ ഈ തിരുനാൾ നിങ്ങൾക്ക് നൽകിയാണ്, കരുണയുടെ തിരുനാൾ. ഈശോ പറയുന്നു, 965 ഖണ്ഡികയിൽ എൻ്റെ കൈപ്പേറിയ പീഡാനുഭവവും സഹനത്തിലും ആത്മാക്കൾ രക്ഷപ്പെടുന്നില്ല. രക്ഷ പ്രാപിക്കാൻ അവസാന പ്രതീക്ഷയായി ദൈവകരുണ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു. ഇനിയും എൻ്റെ കരുണയെ അവർ ആരാധിക്കുന്നില്ലെങ്കിൽ അവർ നിത്യമായി നശിച്ചു പോകും. കാരണം ഈ പാപത്തിൻ്റെ നടുക്കടലിൽ പെട്ടുകിടക്കുന്ന ജീവിതങ്ങൾക്ക് കരുണയുടെ വൻ സ്രോതസ്സുകൾ കർത്താവ് ഒഴുക്കി അവനെ ആ പാപത്തിൽ നിന്ന് ഏതു വിധവും രക്ഷ പ്രാപിച്ച് കർത്താവിൻ്റെ കരുണയിൽ നിത്യജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. 1190 ഖണ്ഡിക പറയാണ്, മനുഷ്യവംശം മുഴുവനും എൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് അടയാൻ ഇടയാവട്ടെ. എന്താണ് കർത്താവിൻ്റെ കരുണ? എന്താണ് കർത്താവിൻ്റെ സ്നേഹം? പ്രിയപ്പെട്ടവർ, ഈ ചെറിയവൻ ഒരുവൻ പോലും നശിച്ചു പോകാതെ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വപുത്രനെ നമുക്ക് നൽകിയ പിതാവിൻ്റെ സ്നേഹം. ആ പിതാവിൻ്റെ മുമ്പിൽ തൻ്റെ അനുസരണം മതി തൻ്റെ ജീവിതത്തിൽ ഓരോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് അർപ്പിച്ച പാപ പരിഹാര ബലി. ഈ യോഗ്യതകൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ എല്ലാം യോഗ്യത വിളിച്ച് നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണ, നീതിയുടെ മേൽ വിജയം വരിക്കുന്ന കരുണയുടെ അഭിഷേകം സ്വർഗം നമ്മളിലേക്ക് ഒഴുക്കുന്നു. ഈശോയുടെ കരുണയെ ശരണപ്പെടാം. തിരിച്ചു വരാനും കർത്താവിൻ്റെ മുമ്പിൽ വന്നുപോയ വീഴ്ചകൾ ഏറ്റുപറയാനും സ്വന്തമാക്കാനും ഒക്കെ ദൈവം തരുന്ന കൃപയുടെ ചാല് ഞാനും നിങ്ങൾ ഉപയോഗിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നേർന്ന കരങ്ങൾ കോർത്ത് കർത്താവിൻ്റെ കരുണയെ ശരണപ്പെടാം. ഒരു സ്നേഹത്തോടെ നമുക്ക് ഏറ്റുപറയാം, ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി നല്ല അനുഗ്രഹത്തിൻ്റെ ഒരു
ഞായറാഴ്ച സ്വർഗം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.